20 നിലവാരമുള്ള നിങ്ങൾ അധികം കാണാൻ ചാൻസ് ഇല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുക. ഈ 60 ക്വസ്റ്റ്യൻസിൽ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതായത് ക്വസ്റ്റ്യൻസിൽ തന്നെ കിട്ടുന്ന പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റ് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും പറയില്ല, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇനി സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ വീഡിയോ പൗസ് ചെയ്തിട്ട് ആ വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ആൻസർ പറയുമ്പോൾ ശരിയോ തെറ്റോ നോക്കിയാൽ മതി. പിന്നെ ഈ PDF നമ്മുടെ ആപ്പിൽ ഫ്രീ മെറ്റീരിയൽസിൽ ഉണ്ടാവും. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിരിക്കാം. വിവിധ തരം മഴകളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ്. പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞ് പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. ശരിയോ തെറ്റോ? പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞ് പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി അല്ലെങ്കിൽ പർവ്വതവൃഷ്ടി എന്ന് പറയുന്നത്. വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് കനിഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹന വൃഷ്ടി. അതും ശരിയാണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്നത് ശൈലവൃഷ്ടിയാണ്. അത് തെറ്റാണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്നത് സംവഹന വൃഷ്ടിയാണ് കേട്ടോ. സംവഹന വൃഷ്ടിയാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്നത്. അപ്പം ഇവിടെ 1, 2 സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2 എന്നിവ മാത്രം. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന ക്രമത്തിൽ രേഖപ്പെടുത്തിയ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നതാണ്. കയ്യൂർ സമരം. കയ്യൂർ സമരം നടന്നത് ഏത് വർഷം? 1941 കയ്യൂർ സമരം. നിവർത്തന പ്രക്ഷോഭം 1932 പുന്നപ്ര വയലാർ സമരം 1946 പൂക്കോട്ടൂർ യുദ്ധം നടന്നത് 1921. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടല്ലേ പൂക്കോട്ടൂർ യുദ്ധം? 1921. അപ്പൊ ഇതില് ശരിയായ ക്രമം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നടന്നിരിക്കുന്നത് പൂക്കോട്ടൂർ യുദ്ധമാണ് അല്ലേ? അപ്പൊ 4 ആദ്യം വരുന്നത്. രണ്ടാമത് നടന്നിരിക്കുന്നത് നിവർത്തന പ്രക്ഷോഭമാണ്. അപ്പൊ 2 രണ്ടാമത് വരും. മൂന്നാമത് നടന്നിരിക്കുന്നത് കയ്യൂർ സമരമാണ്. നാലാമത് നടന്നിരിക്കുന്നത് പുന്നപ്ര വയലാർ സമരം. അപ്പം നമുക്ക് ഇങ്ങനെയാണ് ആ ഒരു കോഡ് വരുന്നത്. അതായത് 4, 2, 1, 3. ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരും. 4, 2, 1, 3. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇത് നോട്ട് ചെയ്ത് വെക്കുക. അസംഘാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അസംഗഡ് എന്നാണ്. അസംഗഡ് എന്നാണ്. അസംഗഡ് പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. അസംഗഡ് പ്രഖ്യാപനം ശിപായി ലഹള അല്ലെങ്കിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് അസംഗഡ് പ്രഖ്യാപനം. ഗഡ് ആണ്. അസംഗഡ് പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടാൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപായി ലഹളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ. താഴെ തന്നിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടത് എടുത്തെഴുതുക. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. അത് ആരാ പറഞ്ഞ കുട്ടികൾ? അത് തിലകനാണ് അല്ലെ? ബാലഗംഗാധര തിലകൻ പറഞ്ഞ കാര്യമാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, അത് പറഞ്ഞത് ഗാന്ധിജിയാണ്. അവിടെ തന്നെ നിങ്ങൾക്ക് വേറൊരു ചോദ്യമുണ്ട്. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഇത് പറഞ്ഞതെന്ന് ചോദിക്കും. അല്ലെ? ക്വിറ്റ് ഇന്ത്യ സമരം കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമരത്തിനാണ് ഇദ്ദേഹം ഗാന്ധിജി ഡു ഓർ ഡൈ അല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. സുഭാഷ് ചന്ദ്രബോസ് ആണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുഴക്കിയത് ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുഴക്കിയത്. എങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള ചോദ്യം, ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ് എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ. അതിനുശേഷം വേറൊരു മുദ്രാവാക്യമുണ്ട്. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ ജയ് അനുസന്ധാൻ. ഈ 2 അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓക്കെ, നല്ല ഒരു ചോദ്യമാണ്. റഷ്യയില് കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? SCRT ചോദ്യമാണ് കുട്ടികളെ. ആൻസർ ഓപ്ഷൻ സി ആണ്, കുലാക്കുകൾ. ഓപ്ഷൻ സി കുലാക്കുകളാണ് കേട്ടോ. കുലാക്കുകളാണ്. ഓർത്തിരിക്കുക കേട്ടോ, ഓർത്തിരിക്കുക. ഓക്കെ. അടുത്ത് ഇത് 2 നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഗെസ്റ്റപ്പോ PSC ഏതൊക്കെ ചോദിക്കുന്നത്. ഗെസ്റ്റപ്പോ എന്താണെന്ന് അറിയോടാ? ഗെസ്റ്റപ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഹിറ്റ്ലറുടെ
രഹസ്യ പോലീസാണ് ഗെസ്റ്റപ്പോ. കരിങ്കുപ്പായക്കാർ ആരംഭിച്ചത് മുസോളിനിയാണ് അല്ലെ, മുസോളിനിയാണ് കരിങ്കുപ്പായക്കാർ ആരംഭിച്ചത് മുസോളിനിയാണ്. ഓക്കെ, ബ്രൗൺ ഷർട്ട്സ് അല്ലെങ്കിൽ തവിട്ട് കുപ്പായക്കാര് ഹിറ്റ്ലർ അല്ലെ. കരിങ്കുപ്പായക്കാര് മുസോളിനിയും തവിട്ട് കുപ്പക്കാര് ഹിറ്റ്ലർ. നമ്മൾ പാറ്റയ്ക്കല്ലേ ഹിറ്റ് അടിക്കുന്നത്, പാറ്റയുടെ കളർ തവിട്ടല്ലേ, അപ്പം തവിട്ട് കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്രൗൺ ഷർട്ട്സ് ഹിറ്റ്ലർ, ഗെസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസും ഹിറ്റ്ലർ, കരിങ്കുപ്പായക്കാർ ആരംഭിച്ചത് മുസോളിനിയാണ് കേട്ടോ, മുസോളിനി. ഓർത്ത് വയ്ക്കുക. ഈ പറയുന്ന കണക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ബ്ലഡി സൺഡേ റഷ്യൻ വിപ്ലവവുമായി ബന്ധമുള്ളത്, ദ്യൂമ റഷ്യൻ വിപ്ലവവുമായി ബന്ധമുള്ളത്, യുദ്ധകാല കമ്മ്യൂണിസം റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധമുള്ളത്. ബന്ധമില്ലാത്തത് ഓപ്ഷൻ സി ആണ്, ബാസ്റ്റിൻ ജയിലിന്റെ പതനം. അത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്ന സംഭവമാണ്. ബാസ്റ്റിൻ ജയിലിന്റെ പതനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ സി വരും. എഴുതിയോ? ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം. മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് കേട്ടോ. മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കുട്ടികളെ? രാജസ്ഥാനിലാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. ഹിൽ സ്റ്റേഷൻ ആയിട്ടുള്ള മൗണ്ട് അബു രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതെന്നാണ് ചോദ്യം. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഒരു ഇൻഡയറക്റ്റ് ചോദ്യം എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ ആണ്, പിന്നെ ഭൂവൽക്കത്തിൽ കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ ആണ്. അപ്പൊ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഓപ്ഷൻ ഡി നൈട്രജൻ തന്നെയാണ്. അന്തരീക്ഷം എന്ന് ചോദിച്ചാലും നൈട്രജൻ തന്നെയാണ്. പക്ഷേ ഭൂവൽക്കം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഓക്സിജൻ. ഭൂവൽക്കം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓക്സിജൻ ആണ് കേട്ടോ. പാഞ്ചിയ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചയാൾ ആരാണ്? പാഞ്ചിയ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ 7 ഭൂഖണ്ഡങ്ങളുണ്ട്. ഈ 7 ഭൂഖണ്ഡങ്ങളെല്ലാം കൂടെ പണ്ട് കൂടിച്ചേർന്ന ഒരൊറ്റ ഭൂഖണ്ഡമായിരുന്നു. ആ ഭൂഖണ്ഡത്തിന്റെ പേരാണ് പാഞ്ചിയ. മനസ്സിലായ? ഈ ഭൂഖണ്ഡത്തെ ചുറ്റി ഒരു സമുദ്രമാണ് ഉണ്ടായിരുന്നത്. ആ സമുദ്രത്തിന്റെ പേരാണ് പന്തലാസ. അപ്പൊ പണ്ട് കാലത്ത് ഒരു ഭൂഖണ്ഡവും ഒരു സമുദ്രവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭൂഖണ്ഡത്തിന്റെ പേര് പാഞ്ചിയ എന്നും സമുദ്രത്തിന്റെ പേര് പന്തലാസ എന്നും. അതാണ് ഇങ്ങനെ വിഭജിച്ച് ഇപ്പം 7 ഭൂഖണ്ഡങ്ങളും 5 സമുദ്രങ്ങളുമായി മാറിയത്. അപ്പൊ ഈ പാഞ്ചിയ പന്തലാസ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ആൽഫ്രഡ് വെഗ്നർ ആണ്. വൻകര വിസ്ഥാപന സിദ്ധാന്തം അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് പറയും. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് പറയും. അത് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര് കുട്ടികളെ? ആൽഫ്രഡ് വെഗ്നർ. നിങ്ങൾ ഈ ഇറാത്തോസ്തനീസിനെ അങ്ങ് വിട്ടിട്ട് പോകരുത്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഫാദർ ഓഫ് ജോഗ്രഫി ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇറാത്തോസ്തനീസ് ആണ് കേട്ടോ. ഫാദർ ഓഫ് ജോഗ്രഫി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് കേട്ടാൽ ഇറാത്തോസ്തനീസ് ആണ്. പഠിച്ചു വെച്ചോ, മാർക്ക് കിട്ടും. ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം, അതായത് പറയാവുന്നതിന്റെ അങ്ങേയറ്റം പറഞ്ഞത് എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമാരെന്നാണ് കുട്ടികളെ ചോദ്യം. അതായത് ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ തെറ്റെന്നും നിയമവിരുദ്ധമെന്നും അപക്വമായതെന്നും ദാരുണമായതെന്നും അപകടകരമെന്നും എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമാണ് ആര്? KM മുൻഷിയാണ് ഇതൊക്കെ പറഞ്ഞത്. KM മുൻഷിയാണ് പറഞ്ഞത് ഇത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്, അപക്വമായതാണ്, ദാരുണമായതാണ്, അപകടകരമായതാണ്. നമുക്കറിയാം 1946 ഡിസംബർ മാസം 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്ന ലക്ഷ്യപ്രമേയം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് ഭാവിയിൽ നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അപ്പൊ അതിനെയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. KM മുൻഷിയാണ് ഇത് പറഞ്ഞത്. ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക എന്നതാണ്. ചേരുംപടി ചേർക്കുക എന്നാണ് ചോദ്യം വരുന്നത്. ഫസൽ അലി കമ്മീഷൻ നിലവിൽ വരുന്നത് 1953 ഡിസംബറിലാണ്. അതായത് 1D വരും. ഭാഷാടിസ്ഥാനത്തിനുള്ള ആദ്യ സംസ്ഥാന രൂപീകരണം എന്ന് പറയുന്നത് ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണമാണ് അല്ലെ. ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണം. അപ്പൊ 2C വരും. 1D 2C വരും. ഇപ്പൊ ഉത്തരവായി നമുക്ക് 1D യും 2C ആയപ്പോൾ ഉത്തരവായി ഓപ്ഷൻ ബി ആണ് ആൻസർ. ബാക്കി ഇവിടെ നോക്കാം.
ഛത്തീസ്ഗഡ് രൂപം കൊണ്ടത് 2000 നവംബറിലാണ്. 2000 നവംബർ 9 ഛത്തീസ്ഗഡ് രൂപം കൊണ്ടത്. 2000 നവംബർ 9 ഛത്തീസ്ഗഡ് രൂപം കൊണ്ടത്. അപ്പം 3 ബി വരും അല്ലെ, 3 ബി വരും. ഗോവ സംസ്ഥാന രൂപീകരണം 1987 മെയ്യിലാണ്. 1987 മെയ്യിലാണ്. അപ്പം 4A വരും. 4A വരും. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ വരുന്നത്. ഫസൽ അലി കമ്മീഷൻ 1953 ഡിസംബർ. ഭാഷാടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാനമായിട്ടുള്ള ആന്ധ്ര രൂപം കൊണ്ടത് 1953 ഒക്ടോബർ 1 ഛത്തീസ്ഗഡ് രൂപം കൊണ്ടത് 2000 നവംബർ 9 ഗോവ സംസ്ഥാന രൂപീകരണം 1987 മെയ്യിലുമാണ്. 1987 മെയ്യിലുമാണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതായതുകൊണ്ട് വീണ്ടും ചോദിക്കും കേട്ടോ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏവ എന്നാണ്. ഇന്ത്യൻ ഭരണഘടന ഒരു ദൃഢ ഭരണഘടനയാണ്. തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന ദൃഢമായതും അയവുള്ളതുമാണ്. അതായത് പാർഷ്യലി റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. അതായത് ഭാഗികമായി ദൃഢമായതും ഭാഗികമായി അയവുള്ളതുമാണ്. അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അതായത് ഭാഗികമായി ദൃഢമായതും ഭാഗികമായി അയവുള്ളതുമാണ് ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951 അത് ശരിയാണ്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951 അത് ശരിയാണ്. ഭരണഘടനാ ഭേദഗതി ബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. തെറ്റാണ്. ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിന്റെ ഏത് സഭയിൽ വേണോ ആദ്യം അവതരിപ്പിക്കാം കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് ഏത് സഭയിൽ വേണോ എന്ത് ചെയ്യാൻ കുട്ടികളെ ഇത് അവതരിപ്പിക്കാൻ കഴിയും. ഇന്ത്യൻ ഭരണഘടനയിൽ അവസാനമായി പാസാക്കിയ ഭേദഗതിയിൽ ഒപ്പുവെച്ചത് രാംനാഥ് കോവിന്ദാണ്. അതും തെറ്റാണ് കുട്ടികളെ. അത് തെറ്റാണ്. നമ്മുടെ അവസാനത്തെ ഭേദഗതി എന്ന് പറഞ്ഞാൽ 106 ഭേദഗതിയാണ്. 106 ഭേദഗതിയിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നത് 2023 സെപ്റ്റംബർ മാസം 28 106 ഭേദഗതി നിങ്ങൾക്ക് അറിയാലോ. വനിതാ സംവരണ ബില്ലല്ലേ? വനിതാ സംവരണ ബില്ലാണ് 106 ഭേദഗതി. അതാണ് ഒടുവിലായിട്ട് പാസ്സായ ഭേദഗതി. അപ്പൊ 2023 സെപ്റ്റംബർ 28 ആ ബില്ലിൽ ഒപ്പുവയ്ക്കുന്നത് ആരാ കുട്ടികളെ? അത് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമുവാണ്. ദ്രൗപദി മുർമുവാണ്. അപ്പൊ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയായിട്ടുള്ളൂ. ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയായിട്ടുള്ളൂ. ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അങ്ങ് ക്യാൻസൽ ചെയ്യാം. അങ്ങോട്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയായിട്ടുള്ളൂ കേട്ടോ. ബാക്കി പഠിച്ചോണേ. പറഞ്ഞ പോയിന്റ് ഒക്കെ പഠിച്ചോണേ. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനാ വകുപ്പുകൾ ചേരുമ്പോൾ ചേർക്കുക. നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം. 300A അതായത് 1B വരും. 1B വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഭരണഘടനാ ഭേദഗതി 368 അതായത് 2C. 1Bയും 2Cയും വരും. 1Bയും 2C ഉള്ള ഓപ്ഷൻ കിട്ടിയാടാ. ദാ കിടക്കണം. ഓപ്ഷൻ A ആണ്. 1Bയും 2Cയും. അവശിഷ്ട അധികാരങ്ങൾ 248 അതായത് 3D. 248 3D. ഏകീകൃത സിവിൽ കോഡ് 44. ഏകീകൃത സിവിൽ കോഡ് 44 അതായത് 4A. അപ്പൊ ഓപ്ഷൻ A തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതെല്ലാം പഠിച്ചു വെച്ചോണം. നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം എന്ന് പറയുന്നത് 300A വകുപ്പ്. ഭരണഘടനാ ഭേദഗതി 368 വകുപ്പ്. അവശിഷ്ട അധികാരങ്ങൾ 248 വകുപ്പ്. ഏകീകൃത സിവിൽ കോഡ് 44 വകുപ്പ്. നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യം തരട്ടെ. അവശിഷ്ട അധികാരങ്ങള് ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അതൊരു ചോദ്യം. അവശിഷ്ട അധികാരങ്ങളിൽ മാറ്റം വരുത്താൻ അധികാരം കേന്ദ്ര സർക്കാരിനാണോ സംസ്ഥാന സർക്കാരിനാണോ അതോ ഇവർക്ക് രണ്ടുപേർക്കും അധികാരമുണ്ടോ? ഈ 2 കാര്യങ്ങളൊന്ന് കമന്റ് ചെയ്യേ. ഈ 2 കാര്യങ്ങളൊന്ന് കമന്റ് ചെയ്യും. ഓക്കെ, ഇതുവരെയൊക്കെ ആര് കണ്ടെത്തിയൊരു കമന്റ് ചെയ്യും. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ പെട്ടവ കണ്ടെത്തുക. പൗരത്വം എന്ന് പറഞ്ഞാൽ യൂണിയൻ ലിസ്റ്റ് ആണ്. പൗരത്വം യൂണിയൻ ലിസ്റ്റ്. വനം കൺകറന്റ് ലിസ്റ്റ്. പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് കേട്ടോ. പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. വിവാഹമോചനം കൺകറന്റ് ലിസ്റ്റ്. ബാങ്കിങ് യൂണിയൻ ലിസ്റ്റ്. മദ്യം സ്റ്റേറ്റ് ലിസ്റ്റ്. ലോട്ടറികൾ യൂണിയൻ ലിസ്റ്റ്. കുടുംബാസൂത്രണം കൺകറന്റ് ലിസ്റ്റ്. അപ്പം കൺകറന്റ് വന്നിരിക്കുന്നത് വനം, വിവാഹമോചനം, കുടുംബാസൂത്രണം. 2, 4, 6 ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ്. അതായത് പൗരത്വം യൂണിയൻ ലിസ്റ്റ് ആണ്, വനം കൺകറന്റ് ലിസ്റ്റ് ആണ്, പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്, വിവാഹമോചനം കൺകറന്റ് ലിസ്റ്റ് ആണ്, ബാങ്കിങ് യൂണിയൻ ലിസ്റ്റ്, മദ്യം സ്റ്റേറ്റ് ലിസ്റ്റ്, ലോട്ടറികൾ യൂണിയൻ ലിസ്റ്റ്, കുടുംബാസൂത്രണം കൺകറന്റ് ലിസ്റ്റ്.
ലിസ്റ്റുകളെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. SCERTയും NCERTയും ബേസ് ചെയ്തിട്ട്. കാണാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അറിഞ്ഞാത്തവർ ആ വീഡിയോ കണ്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദ്യം കേട്ടോ. ഓക്കെ. തദ്ദേശ സ്വയംഭരണ തെറ്റായ പ്രസ്താവന, ശരിയായ പ്രസ്താവനയാണ് വേണ്ടത് അല്ലെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റി. EMS നമ്പൂതിരിപ്പാട് അശോക് മേത്ത കമ്മിറ്റിയിലെ അംഗമായിരുന്നു. അതും ശരി. ഭരണഘടനയുടെ 71ാം ഭേദഗതി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് തെറ്റാണ് കുട്ടികളെ. 73ാം ഭേദഗതിയാണ് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലാണ്. ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലാണ്. അതായത് ഇവിടെ ആൻസർ 1, 2, 4 1, 2, 4 1, 2, 4. ഓക്കെ. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ കാലക്രമത്തിൽ ക്രമപ്പെടുത്തുക. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ കാലക്രമത്തിൽ ക്രമപ്പെടുത്തുക. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ ആദ്യം വന്നിരിക്കുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അപ്പം ഇദ്ദേഹം 1 വരും. 5 1 വരും. അതിനുശേഷം വന്നിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ ഇന്ദിരാഗാന്ധി 2 വരും. അപ്പം ആദ്യം 5 പിന്നെ 1, ആദ്യം 5 പിന്നെ 1. ഓപ്ഷൻ ഡി വരും കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 5 1 തുടങ്ങുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് പിന്നെ അതിനുശേഷം വരുന്നത് ഇവർക്ക് 2 പേർക്കും ശേഷം വരുന്നത് ഈ തന്നിരിക്കുന്നതിൽ രാജീവ് ഗാന്ധിയാണ് 3. രാജീവ് ഗാന്ധിക്ക് ശേഷം പിന്നെ PV അല്ലല്ലോ, ഇത് VP സിംഗ്. VP സിംഗ് ആണ് 4ാമത് വരുന്നത്. 5ാമത് PV നരസിംഹറാവുവും 6ാമത് അടൽ ബിഹാരി വാജ്പേയി. ഓക്കെ. ക്ലിയർ ആണ്. അപ്പൊ ഇതാണ് ഓർഡർ കേട്ടോ. ഈ തന്നിരിക്കുന്നതിൽ ആദ്യം ലാൽ ബഹദൂർ ശാസ്ത്രി, 2ാമത് ഇന്ദിരാഗാന്ധി, 3ാമത് വന്നിരിക്കുന്നത് രാജീവ് ഗാന്ധി, അതിനുശേഷം VP സിംഗ്, വിശ്വനാഥ് പ്രതാപ് സിംഗ് ആണ് VP സിംഗ്, അതിനുശേഷം PV നരസിംഹറാവും, അതിനുശേഷം അടൽ ബിഹാരി വാജ്പേയി. കണ്ട ഈ ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടില്ലെങ്കിൽ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. എഴുതി പഠിക്കുക. പ്രധാനമന്ത്രിമാരും രാഷ്ട്രപതിമാരും ഗവർണർമാരും ഉപരാഷ്ട്രപതിമാരും എല്ലാം ക്രമം പഠിച്ചിരിക്കണം. നിങ്ങൾ എഴുതി പഠിക്കുക കേട്ടോ. അടിപൊളി ഒരു ചോദ്യം വീണ്ടും. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. 1978 കേരള ചുമട്ട് തൊഴിലാളി നിയമം നിലവിൽ വന്നു. പലർക്കും ഡൗട്ടായിരിക്കും. ഡൗട്ട് കിടന്നോട്ട്. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് സ്ഥാപിതമായത് 1957 അതും പലർക്കും ഡൗട്ടായിരിക്കും. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് സ്ഥാപിതമായത് 1960 ഇത് പലർക്കും അറിയാം. 1957 മാർച്ച് മാസം 31 KSEB സ്ഥാപിതമായെന്ന് എല്ലാവർക്കും അറിയാം. 1984 വാട്ടർ അതോറിറ്റി. ഇതും പലർക്കും ഡൗട്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഏതറിയാം കുട്ടികളെ? 1960 KSEB, 57 മാർച്ച് 31 KSEB എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആൻസർ എടുത്തു. ഓപ്ഷൻ സി ആണ് ആൻസർ. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് സ്ഥാപിതമായത് 1960 എന്നത് തെറ്റാണ്. 57 മാർച്ച് 31. അതായത് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. 1978 കേരള ചുമട്ട് തൊഴിലാളി നിയമം നിലവിൽ വന്നു. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് സ്ഥാപിതമായത് 1957 കേരള വാട്ടർ അതോറിറ്റി രൂപീകരിച്ചത് 1984 പഠിച്ചോ? ചോദിച്ചതാണ്. വീണ്ടും വരും. ഇന്ത്യൻ ഭരണഘടനയുടെ 370ാം വകുപ്പ് റദ്ദാക്കുകയും ഒരു പുനഃസംഘടനാ നിയമം പാസാക്കി ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്. 2019 ഒക്ടോബർ 31 ഇത് പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 370ാം വകുപ്പ് റദ്ദാക്കി സംസ്ഥാനമായിരുന്ന ജമ്മു കാശ്മീരിനെ വിഭജിച്ച് ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ പ്രാബല്യത്തിൽ വന്നത് 2019 ഒക്ടോബർ 31. ഓപ്ഷൻ എ ആണ് ആൻസർ. എഴുതിപ്പടി. മനുഷ്യ ഹൃദയത്തിലെ ഏത് അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് രക്തം പമ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് മഹാധമനിയിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നത് ഇടത് വെൻട്രിക്കിളാണ്. ഞാൻ ഹൃദയത്തിന്റെ ഘടനയൊക്കെ ഞാനൊരു വീഡിയോ പടം വെച്ച് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
കണ്ടിട്ടില്ലാത്തവർ അത് കണ്ട് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഹൃദയത്തിലൂടെ എങ്ങനെയാണ് ഈ രക്തം കടന്നു പോകുന്നതെന്നും എവിടെ വരും എങ്ങോട്ടേക്ക് പോകും എന്നുള്ള കാര്യങ്ങൾ കണ്ട് പഠിക്കുക. യൂസ്ഫുൾ ആവും. ഏറ്റവും കട്ടിയുള്ളതും ഏറ്റവും വലിയ അറയും ഇടത് വെൻട്രിക്കിളാണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ജീവകം B6ന്റെ രാസനാമം. B6നെയാണ് പിരിഡോക്സിൻ എന്ന് പറയുന്നത്. ജീവകം B6 ആണ് പിരിഡോക്സിൻ. B5 ആണ് പാൻറ്റോതെനിക് ആസിഡ്. B5 ആണ് പാൻറ്റോതെനിക് ആസിഡ്. B7 ആണ് ബയോട്ടിൻ. അതുപോലെ B3 ആണ് നിയാസിൻ. ഈ ബയോട്ടിനെയാണ് നമ്മൾ വൈറ്റമിൻ H എന്ന് പറയുന്നത്. വൈറ്റമിൻ H എന്ന് പറഞ്ഞാൽ ബയോട്ടിൻ ആണ്. B7നെയാണ് നമ്മൾ ബയോട്ടിൻ എന്ന് പറയുന്നത്. 7-അപ്പിന്റെ ടിൻ എന്ന് ഓർത്താൽ മതി. 7-അപ്പിന്റെ ടിൻ ബയോട്ടിൻ. പാഞ്ച് പാൻറ്റോതെനിക് ആസിഡ്. നിയാസിൻ, നീ എന്ന് പറഞ്ഞാൽ 3, ഈ നായ എടുത്ത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 3 ആയില്ലേ, അപ്പൊ നിയാസിൻ B3. ഓക്കെ, അതൊക്കെ കാണിച്ചത് പഠിക്കുക. പ്രമേഹത്തിന്റെ ഏത് വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത്? ഇപ്പൊ നമുക്ക് പ്രമേഹം ടൈപ്പ് 1ഉം ടൈപ്പ് 2 ഉണ്ടെന്ന് നമുക്കറിയാം. അതിലെ ഏതാണ് ജീവിതശൈലി രോഗം എന്ന് കേട്ടാൽ ടൈപ്പ് 2 പ്രമേഹമാണ് ഏത് കുട്ടികളെ ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത്. അപ്പൊ പ്രമേഹത്തിന്റെ ഏത് വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ടൈപ്പ് 2 പ്രമേഹത്തെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ആയി. അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് കമന്റ് ചെയ്യാനായിട്ട് ഒരു ചോദ്യം കൂടെ തരാം. ഈ ടൈപ്പ് 1 ടൈപ്പ് 2 പ്രമേഹത്തിൽ ഏതാണ് ജുവനൈൽ ഡയബറ്റീസ്? കുട്ടികളെ ബാധിക്കുന്ന ജുവനൈൽ ഡയബറ്റീസ് ഏതാണെന്നുള്ള കാര്യം കമന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടാറ്റ.